അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കൊച്ചി യാത്രയാണ്. അതും വ്യത്യസ്തമെന്ന് പറയാൻ കാരണം ഫാമിലി ആയിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മൾ ചാൾസയിൽ നിന്ന് ലാവയിലോട്ടാണ് പോകുന്നത്. ഇന്നിവിടെ എല്ലാം സ്കൂളും കാര്യങ്ങളൊക്കെ അവധി ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി. നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രവീൺജിയും ഫാമിലിയും ഉണ്ട്. ഞാൻ അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ദേ പ്രവീൺജി ദേ നടന്നു വരുന്നു. വാ ആജാ ആജാ മേരാ സാത്തി. അപ്പൊ പ്രവീൺജി വന്നു. പ്രവീൺജിയുടെ ഫാമിലി ഉണ്ട്, അളിയനും കുടുംബമുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ലാവയിലോട്ടാണ്. ഇപ്പൊ നമ്മൾ എത്തി അമ്പിയോക്കിൽ എത്തി നിൽക്കുകയാണ് നമ്മള്. ഒരു ചായ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ഞാൻ ഓരോരുത്തരും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടാറ്റ സുമോ. ഇത് സൈലോ അവരുടെ വണ്ടിയാണ്. ഓരോരുത്തരായിട്ട് ജിമസി ഇങ്ങനെ ഇവിടെ ഉണ്ട്. പ്രവീൺജിയുടെ പിള്ളേരും കാര്യങ്ങളും, അളിയൻ ഇവിടെ ഉണ്ട്, മമ്മി ഇവിടെ ഉണ്ട്. ഇത് പ്രവീൺജിയുടെ മക്കൾ. ഹായ് വേടാ. ഹായ് മമ്മി, ബ്ലസ്സി, ജാനി. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അമ്പിയൊക്കെ എത്തി. ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം കേട്ടോ. റോഡ് ഇങ്ങനെയാണ്. ജാനിമ്മ. ഓക്കെ, അപ്പം അപ്പോൾ ഇത് നമ്മുടെ ലാവയ്ക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ ഒരു നദി പോകുന്നുണ്ട്, ഫാഗു നദിയാണ്, ഗുരുപ്രധാനിലുള്ള നദിയാണത്. വഴിയൊക്കെ നമ്മുടെ ഡാർജിലിംഗ് പോലെ തന്നെ തിരിവും വളവും ഒടിവും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത്തിരി റോഡ് നല്ലതാണ് ഇവിടെ നിന്ന്. പക്ഷെ മുകളിലോട്ട് ചെല്ലുമ്പോൾ റോഡ് മോശമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം നമുക്കിനി 36 കിലോമീറ്ററും കൂടി ഉണ്ട് ലാവയ്ക്ക്. സമയമെടുക്കും, പക്ഷെ ക്ലൈമറ്റ് നല്ലതാണ്, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. പിന്നെ AC ഒക്കെ ഇട്ട് നമുക്കങ്ങ് മെല്ലെ പോയാൽ മതി. ഇത് കണ്ടില്ലേ, മേളിൽ നല്ല പച്ചപ്പായ നിൽക്കുന്ന ടീ ഗാർഡൻ ഒക്കെയാണ്. അതിൻ്റെ അടുത്തൂടെയുള്ള യാത്രകളാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട് പോയിട്ടുള്ള യാത്രകളൊക്കെ കാണാം. നല്ല അതിമനോഹരമായിട്ടൊരു മല ഉണ്ടല്ലേ, ഫുള്ള്. അവിടെ ഇങ്ങനെ കോടമഞ്ഞ് കയറുന്നുണ്ട്. ഇവിടെ പിന്നെ ടീ ഗാർഡനിൽ അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നമ്മളല്പം മുന്നോട്ട് വന്ന് എന്തായാലും പിള്ളേരൊക്കെ ഉള്ള യാത്രയായതുകൊണ്ട് പലരും ഛർദ്ദിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഛർദ്ദിച്ചു. നമ്മൾ വണ്ടി നിർത്തി. അറിയാമല്ലോ, ഫാമിലിയൊക്കെ ആയിട്ടുള്ള യാത്രയിൽ അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും നമ്മളിനി മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ അവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, സിക്കിമിന്റെ റോഡ്, മെയിൻ റോഡ് ഇപ്പോഴും ക്ലോസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ബസ്സൊക്കെ പോകുന്നത് സിക്കിമിലോട്ട്, ഗ്യാങ്ടോക്കിലേക്കാണ്. നമ്മുടെ മുമ്പിലോട്ട് ഈ കിടക്കുന്ന ട്രക്കുകളെല്ലാം ഇതിലെ വരാൻ കാരണം സിക്കിമിന്റെ റോഡ് ഇപ്പോഴും ക്ലോസ് ആണ്. നമ്മളങ്ങനെ വന്ന് ഇതൊരു ചിൽ പൂൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കണ്ടില്ലേ. ഇവിടെ അവരിങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ ക്യാമ്പൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. എന്തോ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർ അടച്ചു വെച്ചേക്കുന്നു. അവിടെ നമ്മളിവിടെ അതിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് നല്ല മൂവ് ചെയ്യാൻ പോകണം ലാവയ്ക്ക്. ഇവിടെ പിന്നെ അതിൻ്റെ മേളിലൊരു ചെറിയൊരു മന്ദിരമുണ്ട്. അവിടെ നമുക്ക് കയറുന്നവർക്ക് കണ്ടില്ലേ, അതിലെ അങ്ങനെ പോകാം, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ സമയം സത്യത്തിൽ 1:15. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിനി ഇവിടെ ഈ പാലത്തിൻ്റെ മേളിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികയാണ്. ഒരു റെഡ് ബുള്ളും ഞാൻ മേടിച്ചു. അങ്ങനെ ഇനി ഇവിടെ നിന്ന് ഇനിയുണ്ട് ലാവയ്ക്ക് പോകാൻ വേണ്ടി. ഞാൻ ആ ഒരു നദി ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വെള്ളച്ചാട്ടവും നദിയും എല്ലാം കണ്ടില്ലേ. ചില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങൊന്ന് വരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പച്ചയല്ല, അതിൻ്റെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെള്ളം ഒഴുകുന്നു. പ്രവീൺജി ഷൂട്ടിങ്ങിലാണ്. ഇതാണ് ആ പാലം. അങ്ങനെ എല്ലാവരും ഇവിടെ തന്നെയൊക്കെ ആയിട്ട് നിൽക്കുന്നതേ. ചെൽബ്രിഡ്ജിന്റെ മധ്യത്തിൽ ഒരു പറ്റം ചെറുപ്പക്കാർ കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാഴ്ചക്കാരുടെയും കരൾ അലിയിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ആ വഴി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നുണ്ടല്ലേ.
ഇങ്ങനെ കറങ്ങി അവിടെ ഒരു അരുവിയാണ്, ആ വെള്ളം നിറത്തി കാണുന്നത്, മലനിരകളാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഒരെണ്ണം വന്നു, നമ്മുടെ ഇവിടെ നിർത്തി. ഇവിടെ മേളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീഴുകയും പാറയൊക്കെ വീഴുന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡോറ് ശരിക്കും അടയാത്തതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണേ. ഞങ്ങൾ യാത്ര ചെയ്ത് വന്നത് സൈഡിൽ വണ്ടികളൊക്കെ ഒതുക്കി പ്രവീൺജി ഇങ്ങനെ ബോഡി ഷോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വെള്ളച്ചാട്ടം. ഞാൻ പ്രവീൺജിയോട് ചോദിച്ചു ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് വാട്ടർഫാൾസ് വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കൂടെ വന്ന അവരും അവിടെ നിൽക്കുന്നുണ്ട്. വെള്ളം ഇപ്പോൾ കുറവാണല്ലേ? അതെ, വെള്ളം കുറവ് ഹേ, അതുകൊണ്ട് ചിലപ്പം കാണാൻ, എന്നാലും കുഴപ്പമില്ല. നമ്മളിവിടെ വന്ന് നിർത്തി 2 വണ്ടിയും. പക്ഷെ നേരത്തെ 2 മാസം മുമ്പ് നല്ല ഇവിടെ വന്ന് ചാടുമായിരുന്നു വെള്ളം കേട്ടോ. പക്ഷെ ഇപ്പം ഇല്ല. എന്തായാലും കൊള്ളാം. എന്നാലും അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ യാത്രയാണ്. യാത്ര ചെയ്തിപ്പം പകുതി എത്തിയുള്ളൂ, 2:15 ആയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഫൈനലി ലാവയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് വെൽക്കം ടു നിയോറോ വാലി നാഷണൽ പാർക്കിലേക്കാണ്. ഏകദേശം 2034 മീറ്റർ ഉയരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ ഇങ്ങോട്ട് കയറുന്നതിന് ചെറിയൊരു ഫീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം എടുത്തു. ഒരു വണ്ടിക്ക് 200 രൂപ വെച്ച്, 2 വണ്ടിക്ക് 400 രൂപ കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ തുറന്നുള്ള കാഴ്ചകൾ ഈ വഴിക്കുള്ളത് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഒരു വണ്ടി കഷ്ടി പോകാം. അവിടെ ഇവിടെയൊക്കെ വെള്ളം ഒഴുകുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി നിർത്തി. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ട്, ഈ ഇലയ്ക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല, നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുക. അതിൻ്റെ പുറകിൽ ഇങ്ങനെ ചെറിയൊരു പൊടി പോലെ കാണാം, അത് നമ്മൾ കയ്യിലിങ്ങനെ അച്ചടിച്ചൊക്കെ. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. തണുപ്പാണ്, ചെറിയ ഉറവകളും. ബ്യൂട്ടിഫുൾ. എല്ലാവരും ഇറങ്ങി അപ്പോൾ ഒന്ന് കാണാനായിട്ട് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, ഇന്ന് എനിക്ക് തോന്നുന്നു ചുട്ടിയുടെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ആളുകളൊന്നും നമുക്ക് റോഡ് സൈഡിൽ കാണുന്നില്ല. എങ്കിലും കുഴപ്പമില്ല, നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. നമ്മൾ പോകുന്ന വഴി ഇങ്ങനത്തെയാണ്, അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കുറേ നേരമായി, ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് അവർ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മനുഷ്യനില്ല, മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, അങ്ങനെ കുറേ വിഷയങ്ങളിവിടെ ഉണ്ട്. വരുന്നവരൊക്കെ ഒറ്റയ്ക്ക് വരാതെ നമ്മൾ വല്ല കൂട്ടമായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലത്. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം തേടാൻ പറ്റും. പിന്നെ ഒറ്റയ്ക്ക് വരേണ്ടവർക്ക് അങ്ങനെയും വരാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. ഫുൾ പൈൻ മരങ്ങളാണ് അല്ലേ. ഓക്കെ, നമ്മൾ ആ വില്ലേജുകൾ ഇതുണ്ട്, അതിലെ ആ വഴി കണ്ടല്ലേ, അതിലേക്ക് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് നമ്മളിത് ഇപ്പം ഇവിടം വരെ എത്തിയേക്കുന്നത്. കണ്ടോ, എന്ത് അതിമനോഹരമാണെന്നറിയാമോ. ഫുൾ ഫോറസ്റ്റ് കണ്ടല്ലേ, പൈൻ മരങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണിത്. നിയോറോ വാലി നാഷണൽ പാർക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിയോറോ വാലി ജംഗിൾ ക്യാമ്പൊക്കെ ഉണ്ട്. 2006 തുടങ്ങിയത്. പക്ഷേ ഇപ്പം അവിടെ പോകാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ താഴത്തോട്ട് തന്നെ പോവാണ് കേട്ടോ. വഴി നല്ല അതിമനോഹരമായിട്ടുള്ള വഴിയാണ്, ഈ മെറ്റിലിൻ്റെ വഴിയായത്. ഏകദേശം നമ്മൾ താഴെ എത്താറായി. ഓക്കെ, നമ്മൾ വന്നത് അങ്ങനെ ഒരു കടയുടെ അവിടെ വന്നു. അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കാൻ വേണ്ടി അല്ലേ. വെള്ള മലനിരകൾ, ചേച്ചിയോടെ ചായ ഉണ്ടാക്കുന്നു. നമ്മളിവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിള്ളേർക്ക്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കടയോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതുണ്ടല്ലേ, നാച്ചുറൽ ക്യാമ്പയിൻ. ആ വാട്ടർഫാൾസിൻ്റെ അടുത്തത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 1500 രൂപ. വെൽക്കം ടീ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഫോർ ബുക്കിംഗ് ഇതാണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിലും ബുക്ക് ചെയ്യാം. നമ്മൾ അടുത്തോട്ട് പോകുന്നതേ ഉള്ളൂ. അവിടെ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേ ഒരു വില്ലേജിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടല്ലേ. അവിടെ അക്വേറിയം എന്ന് പറയുന്നത് കണ്ടോ, നന്നായിട്ടുണ്ട് കണ്ടോ. അവിടെ നല്ല ഒരു കൃഷിയും കാര്യങ്ങളും, നല്ല പൂവ്. നമ്മളിങ്ങനെ നിർത്തി അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഉണ്ടല്ലേ. നല്ല സുന്ദരമായൊരു വില്ലേജിൽ നമ്മൾ വന്നേക്കാണ്. ഇത് കണ്ടല്ലേ, ഒരു മുളക് നമ്മൾ കണ്ടാണ്, മഞ്ഞ തന്നെ അതിൽ കാണാം. അത് കഴിഞ്ഞിട്ട് ഇത് റെഡ് കാണാം, വേറൊരു കളറ്, ഇവിടെ മറ്റൊരു കളറ്, പലതരത്തിലുള്ള ഒറ്റ തൈ ആണെന്നേ ഉള്ളൂ. അത് വേറൊരു വ്യത്യസ്തമായൊരു കളറ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല.
ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഇത് തക്കാളിയാണ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്നറിയില്ല, കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള തക്കാളിയും കാര്യങ്ങളൊക്കെ കണ്ടു. അവർ തന്നെ ചിലപ്പോൾ മടുത്ത് കാണും. നമ്മളിനി ഇവിടെ നിന്ന് പോവാണ് ഫ്രണ്ട്സ്. നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞൊരു ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പക്ഷേ ഇതൊരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി ഫുൾ ഓഫ് റോഡ് പോലെ കണ്ടില്ലേ. തിരിച്ച് എങ്ങനെ കയറി പോകുന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മൾ ആശങ്കയിലായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇറങ്ങി വന്നു. ഒരു വണ്ടിക്ക് കട്ടി പോകാനുള്ള വഴി വന്ന് നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ സ്ഥലം എത്താൻ പോയി. നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി. ജംഗൈ വാട്ടർഫാൾസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി കുറേ സ്റ്റെപ്പുകളാണ്. എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇനി പൈസയും കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഓക്കെ, ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്, പക്ഷെ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ താഴത്തോട്ട് പോവുകയാണിത്. ടിക്കറ്റ് കൗണ്ടർ സമയമൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ മമ്മി മേളിൽ നിന്ന് വരുന്നു, പലരും താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഉപ്പാട് വെട്ടിയിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ നമ്മൾ രാവിലെ വരേണ്ടതായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടം എത്തി കേട്ടോ. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട്. ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് മമ്മിയുണ്ട്, മമ്മിയും വൈഫും പുറകെ വരുന്നു, വേറെ ഉള്ളവർ മുമ്പേ പോകുന്നു. ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ കുഴപ്പമില്ല. നോക്കട്ടെ മുന്നോട്ട് പോയിട്ട്. ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ മക്കളെ? ഹായ് പറ. നമ്മൾ നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കാണുവിൻ, നിങ്ങൾ ഇത് കാണുവിൻ. എങ്ങനെയുണ്ടത്? അതിമനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. എൻ്റെ പൊന്നടാവേ, ഇത്തിരി വെള്ളം കുറവാണ്. അങ്ങനെ താഴെ പോകാൻ പറ്റും. നമ്മുടെ കൂടെ വന്നവരൊക്കെ താഴെയുണ്ട്, നമ്മുടെ പിള്ളേരെല്ലാം. അപ്പോൾ ഞാനും പെങ്കൊച്ചുകൂടി എത്തി. അതിമനോഹരമായിട്ടുണ്ട്. വെരി ഗുഡ്. ആഹാ, അവസാനം നമ്മളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നത്. കാണാൻ പറ്റുമല്ലോ, അടിപൊളിയാണ്. പിള്ളേരുമായിട്ടൊക്കെ വന്നു. ജാനിങ്ങുവാ. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും താഴെ എത്തി. ജംഗൈ വാട്ടർഫാൾസ് ആണ്. അതിമനോഹരമായിട്ട് നമ്മുടെ ആളുകളെല്ലാവരും താഴെ, നമ്മളെല്ലാവരുമായിട്ടാണ് വന്നത്. വെള്ളം ഇങ്ങനെ ഇതിലെ ഒലിച്ച് താഴത്തോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞത് ആ വെള്ളം പോകുന്നത് അതൊരു ഗുഹയാണ് കേട്ടോ. നമുക്ക് മേളിൽ നിന്ന് വെള്ളം വരുന്ന ഒന്ന് കാണാം. ഒരു മിനിറ്റ് കണ്ടോ, വെള്ളം അവിടെ നിന്ന് വന്ന് നേരെ ഇതിനകത്തൂടെ ഇവിടെ കണ്ടല്ലോ, ഇതിനകത്തൂടെ പോയി നേരെ പോകുന്നത് ആ ഗുഹയ്ക്കകത്തോട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഒരു സേഫ്റ്റി എനിക്കില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കണ്ടില്ല, അത്രയും ഗ്യാപ്പുണ്ട് ഇതിനിടയിൽ കൂടെ. അതുകൊണ്ട് വരുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ഥലം കൊള്ളാം, നന്നായിട്ടുണ്ട് കാണാൻ. സ്ഥലം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് എൻ്റെ പുറകിലാണ് വാട്ടർഫാൾസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതിമനോഹരമായിട്ടുണ്ട്. പക്ഷേ സേഫ്റ്റി കുറച്ച് കുറവ് പോലെ തോന്നുന്നു. വരുന്നവരൊക്കെ അവരവരുടെ സേഫ്റ്റി നോക്കുക. എൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അഗാധമായിട്ടുള്ളൊരു ഗർത്തം കണ്ടില്ലേ. ഫുള്ള് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നു, ഇന്ന് കാണാൻ പറ്റും. നമ്മൾ തിരിക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും. ഓക്കെ, ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ കാണുന്ന മലമുകളാണ് കഞ്ചൻജംഗയാണ്, പക്ഷെ അത്ര ക്ലിയർ ഇല്ല. നമ്മൾ വന്ന സമയത്തിൻ്റെ വെച്ചായിരിക്കും. ഓക്കെ, അടുത്തത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഉപ്പാട് വെട്ടിയത്. ഹസി എങ്ങനെയുണ്ട്? അടിപൊളി. ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പൊക്കെ നടത്തിയായിരുന്നു. ഞാനും പ്രവീൺജിയുടെ ഫാമിലിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ടാണ്. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞത് നമ്മൾ ചങ്കൈ വാട്ടർഫാൾസ് കാണാനാണ് പോയത്. അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ പോകേണ്ടവർക്ക്, താല്പര്യമുള്ളവർക്ക് പോകാം. പക്ഷേ ഇത്തിരി സേഫ്റ്റി കുറവുണ്ട്. ഞാൻ അതിൻ്റെ 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ ചാൾസയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചാൾസയിൽ നിന്ന് മാൽബജാർ, ഡാംഡിം വഴി നേരെ നമ്മൾ ഗുർബദാനിൽ നിന്ന് ലാവേ ചെന്നു. ലാവയിൽ നിന്ന് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലാക്കാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെയാണ് ഈ ചങ്കൈ വാട്ടർഫാൾസ് ഉള്ളത്. അത് ന്യൂറോ വാലി നാഷണൽ പാർക്കിനകത്തൂടെയൊക്കെ പോകും. ഓഫ് റോഡാണ്, കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന സമയം വൈകിയത് കൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായി. കൊല്ലക്കാമിൽ നിന്ന് നമുക്കൊരു 900 മീറ്റർ നമുക്ക് ട്രക്കിംഗ് ചെയ്യണം, നടന്ന് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് 2 അബദ്ധം പറ്റി. ഒന്ന്, നമ്മുടെ കൂടെ മമ്മിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. സ്റ്റെപ്പാണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം, നല്ല അട്ട ഉണ്ടായിരുന്നു. കാരണം മഴ പെയ്തൊക്കെ കിടക്കുന്ന സമയമായതുകൊണ്ട് അട്ടകടി നന്നായിട്ടുണ്ടായിരുന്നു. പലരുടെയും ചെരുപ്പിലും തുണിയിലെല്ലാം കടിച്ചു.
ദേഹത്തൊക്കെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടിപൊളി യാത്രയായിരുന്നു. ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു 72 കിലോമീറ്റർ ഉണ്ട് ദൂരം. പോകേണ്ടവർക്ക് രാവിലെ പോകുക, അവിടെ തന്നെ നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നുമില്ല, കാരണം അടുത്ത മാസം തൊട്ട് സീസണാണ്. അപ്പം നമ്മുടെ യാത്ര ഏറ്റവും അതിമനോഹരമായിരുന്നു. ജസ്റ്റ് ഒരു ഐഡിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നാണ്. അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ ഞാൻ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.